ഒരു എഗ് റോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. പിള്ളേർ എന്നും റൊട്ടി തിന്നൊന്നും മടുത്തിരിക്കുകയായിരിക്കും. എന്നാലും നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെ സന്തോഷത്തോടെ തിന്നും. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് മൈദാ മാവ്, ക്യാബേജ്, ഉള്ളി, മുട്ട, സോസ്, ഉപ്പ്, എണ്ണ ഉള്ള ആട്ട കുഴക്കുന്ന കാണിക്കാം. രണ്ട് കട്ടോരി മൈദാമാവ് എടുക്കുക. അര സ്പൂൺ ഉപ്പ് ചേർക്കുക. സ്വല്പം എണ്ണ, ഒരു സ്പൂൺ എണ്ണ. എന്നിട്ട് ഇത് കുഴച്ച് ആട്ടയുടെ രൂപത്തിൽ കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴയ്ക്കണം. ഒത്തിരി അങ്ങ് ലൂസും ആയി പോകരുത്. ആട്ട കുഴച്ച് വെച്ചു. ഇനി അരമണിക്കൂറോളം ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. അപ്പൊ ബാക്കി സബ്ജിയെല്ലാം കട്ട് ചെയ്ത് വെക്കാം. വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി അത് നമുക്ക് ഓരോരോ റൊട്ടിയായിട്ട് പരത്തി വെക്കാം. ചൂടായി. ഇനി നമുക്ക് ഓരോരോ ചപ്പാത്തി ചുട്ടെടുത്ത് മാറ്റി വെക്കാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തി മാറ്റി വെക്കാം. ഇത് രണ്ട് പുറവും ഒന്ന് വെന്തു. ഇനി ഇത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മുട്ട ചേർത്ത് പൊരിച്ചെടുക്കാം. ഇനി അടുപ്പിട്ട് ചുട്ടെടുക്കാം. ഇച്ചിരി എണ്ണ തൂത്ത് മാറ്റി വയ്ക്കുക. റൊട്ടിയും ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാ റൊട്ടിയും ഉണ്ടാക്കി കഴിഞ്ഞു. എഗ് റോൾ ഉണ്ടാക്കി തുടങ്ങാം. ഒരു മുട്ട എടുത്തു, അത് പൊട്ടിച്ചു, അതിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് ഞാൻ അടിച്ചു വെച്ചേക്കുകയാണ്. കല്ലേൽ എണ്ണ തൂത്ത് വെച്ചു. ഇനി നമുക്ക് മുട്ട പതുക്കനെ ഇതിനകത്തോട്ട് ഒഴിക്കാം. ചപ്പാത്തി ഇതിന്റെ മേളിലോട്ട് വെക്കാം. ശകലം എണ്ണ
സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. മുട്ടയും റൊട്ടിയും വെന്തു. ഇനി അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ച് അതിലേക്ക് നമുക്ക് മുമ്പേ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും ക്യാബേജും ഇതിനകത്ത് മിക്സ് ചെയ്യാം. അതിനു മുമ്പേ സോസും ടൊമാറ്റോ സോസ്, മയോണീസ്, നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇച്ചിരി ഉള്ളി, ക്യാബേജ്, ശകലം നാരങ്ങാ നീര്, ശകലം ഉപ്പുപൊടി ഇതിന് ഒരു ടേസ്റ്റിന് വേണ്ടി ചുറ്റിയെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് നമുക്കിത് ചുറ്റിയെടുക്കാം. ബാക്കി നമുക്ക് ഉണ്ടാക്കി വെക്കാം. നമ്മളെ എഗ് റോള് തയ്യാറായി. ഇത് കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ആഹാരമാണ്. ഇതിൽ മുട്ടയുണ്ട്, വെജിറ്റബിൾ ഉണ്ട്. ഇത് തന്നെ തിന്നുമ്പം അവർക്ക് നല്ലൊരു പോഷകാഹാരവും കിട്ടുകയും ചെയ്യും.